ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഇതിങ്ങനെ അടന്നു വരും. വേറെ ഏതൊരു ജോലിക്ക് പോകുന്നതിനെക്കാട്ടിലും നല്ലൊരു ഇൻകം നമുക്കിതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൈടെക് ഫാമായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞ് നമ്മൾ ഈ പുറത്തൊക്കെ മഴയൊക്കെ പെയ്യുമ്പം ഉള്ള ഒരു ക്ലൈമറ്റാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റ്. വില വരുന്നത് ഏകദേശം 1 കിലോയ്ക്ക് ഒരു 3500 രൂപ വരെ ഇതിന് വില വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ചോളത്തിൻ്റെ വിത്തിലാണ്. ഇതിപ്പോൾ നമ്മൾ ടെറസിൽ ചെയ്തിരിക്കുന്ന ഒരു ഫാമാണ്. നല്ല രീതിയിലുള്ള ഒരു ഇൻകം നമുക്ക് ഇതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പം നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം ഉണ്ട്. നമുക്ക് വേറെ ആരുടെ ഒരു അണ്ടറിലല്ല. എൻ്റെ പേര് രാഹുൽ എന്നാണ്. ഞാൻ ഒരു MBA ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞ് ഞാനൊരു ബാംഗ്ലൂർ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 3 ഇയേഴ്സായിട്ട് ഞങ്ങളിപ്പോൾ ഈ മഷ്റൂം ഫാമാണ് ഞങ്ങൾ നടത്തുന്നത്. നമ്മുടെ ഈ ഫാം ഇപ്പോൾ നമ്മളൊരു ഹൈടെക് രീതിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഫാമാണ് നമ്മളിപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാൻ ആൻഡ് പാഡ് ടെക്നോളജിയിൽ ഒരു കൂളിംഗ് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഇപ്പോൾ ഈ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ഇയേഴ്സോളം ആയിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് ഓയിസ്റ്റർ ഇനത്തിൽ വരുന്നൊരു മഷ്റൂംസാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 to 5 kgs നമുക്ക് ഒരു ഡെയിലി പ്രൊഡക്ഷൻ നമുക്ക് ഞങ്ങളുടെ ഫാമിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് മഷ്റൂം ഇപ്പോൾ വിളവെടുക്കാറായതാണ്. അത് നമ്മൾ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാപ്പ് നല്ലതായിട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പം ഇതിപ്പോൾ നമുക്ക് വിളവെടുക്കാറായെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളിത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഇത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒടിഞ്ഞിങ്ങി പോരും. കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ കത്തിയോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് വരുന്നത് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞതാണ്. ഇതിനിപ്പോൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞാലേ ഇത് നമുക്ക് എടുക്കാറാവുള്ളൂ. അപ്പോൾ ഈ ക്യാപ്പ് കുറച്ചും കൂടെ വലുതായി വരും. ഇതിപ്പം വലുതായി വരുന്നതേ ഉള്ളൂ. ഈ ക്യാപ്പ് കുറച്ചുകൂടെ ഓപ്പണായി വരുമ്പോഴത്തേനും നമുക്കിത് വിളവെടുക്കാൻ പാകമാകും. പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ്, അതിൻ്റെ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് വരുന്നത്. ഇതിൽ നിന്നാണ് ഇത് ഈ ഒരു പരുവത്തിലേക്കാവുക. പിന്നെ ഈ ഒരു പരുവത്തിലേക്ക് ക്യാപ്പ് വലുത് നമ്മൾ എടുക്കാനുള്ള പരുവത്തിലേക്കായി വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഏകദേശം ഒരു 200 grams നമുക്ക് ഇതിന് വെയിറ്റ് ഉണ്ടാവും. പാക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 150 gram പെർ ബോക്സാണ് ഞങ്ങൾ ഇത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് കാണിക്കാം. വിളവെടുത്തിരിക്കുന്നത് ഏകദേശം നമുക്കൊരു ഫാമിലിക്ക് കഴിക്കാനുള്ളൊരു മഷ്റൂം ഇതിനകത്തിലുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈക്കോലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മഷ്റൂം ബേസിക്കലി നമുക്ക് ഏത് അഴുകുന്ന വസ്തുക്കളിലും നമുക്ക് മഷ്റൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന വൈക്കോലാണ്. അറക്കപ്പൊടിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ ഏരിയയിൽ സുലഭമായിട്ട് കിട്ടുന്നത് അത് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം വൈക്കോൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഞങ്ങൾ സ്റ്റെറൈൽ ചെയ്തിട്ട്, അതായത് ഒരു 13 to 14 മണിക്കൂർ ഇത് നമ്മൾ സ്റ്റെറൈൽ ചെയ്തെടുക്കും. അപ്പോൾ സ്റ്റെറൈൽ ചെയ്യണത് തന്നെ നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പം കെമിക്കൽ മെത്തേഡിൽ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ലാർജ് ഫാം ആയതുകൊണ്ട് ഞങ്ങളൊരു കെമിക്കൽ മെത്തേഡാണ് ഇവിടെ ഇത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫാം ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഹൈടെക് ഫാമായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ടെറസ് ഏരിയയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചൂടെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു ഘടകമാണ്. അപ്പം ഇതിനൊരു 32 ഡിഗ്രീസിന് മുകളിലേക്ക് ചൂട് വന്നു കഴിഞ്ഞാൽ മഷ്റൂംസിന് അത് ഭയങ്കരമായിട്ടും ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അതായത് ഇതിൻ്റെ മുട്ടും കാര്യങ്ങളും എല്ലാം കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ എപ്പോഴും ഒരു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ അതും കൺട്രോൾ ചെയ്തിട്ടുള്ളൊരു റൂമാണ് നമ്മളിവിടെ സജ്ജീകരിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള CP ഫോം എന്ന് പറഞ്ഞൊരു ഫോം വെച്ചിട്ട്, അതായത് ഒരു സൈഡ് അലൂമിനിയം പിന്നെ അകത്ത് ഫോമുമായിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. അത് വെച്ചിട്ടാണ് ഞങ്ങളിത് ഫുള്ള് കവർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഒരു സെർട്ടൺ ടെമ്പറേച്ചറിന് മുകളിലേക്ക് ആകുമ്പോഴത്തേനും ഇത് നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് എക്സോസ്റ്റ് ചെയ്ത് ചൂടും എല്ലാം പുറത്തേക്ക് കളയുന്ന രീതിയിലാണ് ഇതിൻ്റെ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലൊരു 80% എബോ ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി ഇതിനകത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കും. അപ്പം ഹ്യൂമിഡിറ്റി നമ്മളൊരു 80ക്ക് ബിലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം ഡാമേജ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മളിത് കുട്ടികളെ നോക്കുമ്പോൾ തന്നെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തിൽ പ്രാണികളോ അങ്ങനെയൊന്നും ഇതിനകത്ത് കയറാനായിട്ട് പാടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് ചെയ്തൊരു സ്റ്റിക്ക് ട്രാപ്പാണ് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഈ മഞ്ഞ നിറം കണ്ടിട്ട് ഈ ലൈറ്റിൻ്റെ ഇടയിൽ അവിടെയൊക്കെ വരുന്ന ഈച്ചയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്ന് ഒട്ടിയിരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈച്ച കയറിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ വെള്ള കാണുന്നതെല്ലാം മൈസീലിയം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ മൈസീലിയത്തിന് ഇത് അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ ബെഡ് ഡാമേജ് ആയി പോകും. അപ്പം അതുകൊണ്ട് ഈച്ച കയറാതിരിക്കുക എന്നുള്ളതും അതായത് ഈച്ച മീൻസ് ഇതിന് തന്നെ കുറേ ടൈപ്പ് ഇൻസെക്ട്സ് ഉണ്ട് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊന്നും വരാതെ ആണ് നമ്മളിത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ടത്. അപ്പോൾ നമ്മളിതിൽ ചൂട് നമ്മൾ മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ ഈച്ച അങ്ങനത്തെ പ്രാണികളൊന്നും കയറാതെ ഇതിനകത്തിൽ മാനേജ് ചെയ്യണം. പിന്നെ ചൂട് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. കാരണം ഇതിന് ചൂടും നമ്മൾ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ് നമ്മൾ ഈ പുറത്തൊക്കെ മഴയൊക്കെ പെയ്യുമ്പം ഉള്ള ഒരു ക്ലൈമറ്റാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള
ക്ലൈമറ്റ്. മഷ്റൂമിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഇതൊരു ബേസിക്കലി ഒരു ഫംഗസാണ് നമ്മൾ ഈ മഷ്റൂം എന്ന് പറയുന്നത്. ഈ മഷ്റൂമിനെ നമ്മൾ ചോളത്തിൻ്റെ അല്ലെങ്കിൽ നെല്ലിൻ്റെ വിത്തിൽ അതിനെ പ്രത്യേക സ്റ്റെറൈൽ ചെയ്ത് ഒരു പ്രത്യേക കണ്ടീഷനിൽ നമ്മളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഇതിനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ചോളത്തിൻ്റെ വിത്തിലാണ്. അപ്പോൾ ഈ ചോളത്തിൻ്റെ വിത്ത് നമ്മൾ വൈക്കോൽ സ്റ്റെറൈൽ ചെയ്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂർ, ഒരു 13 to 14 മണിക്കൂർ നമ്മൾ സ്റ്റെറൈൽ ചെയ്ത്, അപ്പോൾ സ്റ്റെറൈൽ ഉപയോഗിക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത് കുമ്മായമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റെറൈൽ ചെയ്തെടുത്തതിന് ശേഷം ഈ വൈക്കോലിനെ ഉണക്കണം. ഉണക്കുക എന്ന് പറഞ്ഞൊരു 50% ഈർപ്പത്തിലാണ് ഇതിനെ ഉണക്കേണ്ടത്. അപ്പോൾ ഇതിനെ നല്ലതായിട്ട് സൺഡ്രൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇതിനെ നമ്മൾ ഇതിപ്പോൾ ഒരു PP ബാഗാണ്. അപ്പോൾ ഈ ബാഗിലേക്ക് ഇതിൻ്റെ വിത്ത് നമ്മളൊരു സൈഡിലേക്ക്, ഇതിനിപ്പോൾ നമ്മൾ ലെയറിങ് മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അതായത് ഓരോ ലെയറായിട്ട് നമ്മളിതിൻ്റെ വിത്ത് ഇട്ട് കൊടുക്കും. വിത്തിട്ട് കൊടുത്ത് ഒരു 15 to 20 days നമ്മൾ ഇൻക്യുബേഷൻ ചെയ്യണം. ഇൻക്യുബേഷൻ മീൻസ് ഇതിനെ നമ്മൾ ഒരു ലൈറ്റൊന്നും ഇല്ലാത്ത, അത് കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡാണ് ആ ടൈമിൽ വേണ്ടത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ വേണ്ടി നമ്മൾ റൂമെല്ലാം ക്ലോസ് ചെയ്ത് ഇരുട്ടായിട്ടുള്ളൊരു മുറിയിൽ ഇതിനെ നമ്മൾ വെക്കുന്നു. വെച്ചൊരു 15 ദിവസം കഴിയുമ്പോഴത്തേനും, ഇതിപ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രീതിയിലായിരിക്കുന്നത്. വൈക്കോലൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലിരിക്കും. അപ്പോൾ നമ്മളിതൊരു 20 days കഴിയുമ്പം നമ്മുടെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പിടിച്ചിരിക്കും പോലെ ഈ വൈക്കോൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് വൈറ്റ് ആയിട്ടിരിക്കും. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ 2 to 3 days കഴിയുമ്പോൾ ഇതിൽ നിന്ന് പയ്യെ ഇതുപോലെ മുള വന്നു തുടങ്ങും. 3 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് വിളവെടുക്കാൻ പാകമാകുന്നത്. ഒരു 3rd സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റേജ് വരുന്നത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആവുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിത് വിളവെടുക്കാൻ പാകത്തിനായിട്ടാകും. അപ്പോൾ നമ്മുടെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ക്യാപ്പൊക്കെ നല്ല വിടർന്ന് ഈ ഒരു രീതിയിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റേജ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ, അതായത് നമ്മൾ വിത്തിടുമ്പം മുതൽ ഈ ഒരു സ്റ്റേജ് വരെ എത്താനായിട്ട് ഏകദേശം ഒരു 20 to 25 days നമുക്ക് സമയം വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളിപ്പം മഷ്റൂം ഹാർവെസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ ഇതിൻ്റെ ഈ തണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ വൈക്കോലിൻ്റെ ഒരു അവശിഷ്ടമാണ് ഇരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയും. പിന്നെ ഇതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിത് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് അടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ അടന്നു വരും. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാനാണെങ്കിലും കട്ട് ചെയ്യാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. അതായത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തു കഴിഞ്ഞാൽ 2 കീറായിട്ട് ഇങ്ങനെ വരും. ഇത് ഇങ്ങനെയാണ് ഞങ്ങളിത് പാക്ക് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഇത് യൂസ് ചെയ്താൽ കട്ടിങ് ഒന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് ഇത് കണ്ടില്ല, ഇത് വളരെ സോഫ്റ്റാണ്, സ്പോഞ്ച് പോലെയാണ് മഷ്റൂംസ് ഇരിക്കുന്നത്. നമ്മൾ ഷെഫ്സ് മഷ്റൂം എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ്ങിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത്, ഇതിപ്പോൾ ഒരു 150 ഗ്രാമിൻ്റെ ഒരു ബോക്സാണത്. അപ്പോൾ ഇതിൽ ഞങ്ങളിപ്പം ഈ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം പല ആൾക്കാർക്കും കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഐഡിയ ഇല്ലാത്തവർക്ക് ഞങ്ങളുടെ തന്നെ ഒരു 4-5 വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിപ്പീസ് വീഡിയോ കാണാനായിട്ടും പറ്റുന്നതാണ്. ഫ്രഷ് മഷ്റൂം നമ്മൾ ഏകദേശം ഉണങ്ങുമ്പം, ഇതാണ് ഡ്രൈ മഷ്റൂമാണിത്. അതായത് ഇത് ഏകദേശം ഒരു 7 to 8 കിലോ ഒക്കെ ഉണങ്ങുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു 1 കിലോ ഡ്രൈ മഷ്റൂം കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രൈ മഷ്റൂം വരുന്നത്. ഇത് നല്ല വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങിയെടുക്കുന്നതാണ്. ഇത് കൂടുതൽ നമ്മൾ പൗഡറായിട്ട് കേരളത്തിൻ്റെ പുറത്തൊക്കെ ഇവരിത് പൗഡറായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ബേബി ഫുഡിലൊക്കെ ചേർക്കാനും ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും ഒക്കെ ഇത് എടുക്കുന്നുണ്ട്. അപ്പം ഇതിന് നമുക്ക് മറ്റേനെ വെച്ച് നോക്കുമ്പോൾ വില വരുന്നത് ഏകദേശം 1 കിലോയ്ക്ക് ഒരു 3500 രൂപ വരെ ഇതിന് വില വരുന്നുണ്ട്. ഈ ഡ്രൈ ചെയ്തിരിക്കുന്ന മഷ്റൂം ഇത് നല്ല പ്യുവർലി സൺ ഡ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിന് ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 മാസം 7 മാസമൊക്കെ ഇതിന് നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടുന്നതാണ്. ട്രിവാൻഡ്രം ജില്ലയിൽ ഇടവക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഷെഫ്സ് മഷ്റൂം എന്നുള്ള ഫാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ ബേസിക്കായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതലും ഓർഡേഴ്സ് കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ടാണ്. അതായത് നമ്മൾ വാട്സപ്പ് ത്രൂ ആയിട്ടാണ് നമുക്കിതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ ഗൂഗിളിൽ വെച്ചിട്ട് അവിടെ നിന്ന് ചാറ്റ് ചെയ്ത് എൻക്വയറി ചെയ്ത് വരുന്നവരുണ്ട്. പിന്നെ കൂടുതലും കസ്റ്റമേഴ്സ് വേർഡ് ഓഫ് മൗത്താണ്. അതായത് ഒരാൾ വാങ്ങിച്ചിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട് അവരുടെ കൊളീഗ്സിനോ അല്ലെങ്കിൽ അവരുടെ നെയ്ബേഴ്സിനൊക്കെ അവർ പറഞ്ഞിട്ട് അങ്ങനെ നമുക്കാണ് കൂടുതലും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്യുന്നത്. ചൂട് ഭയങ്കര ഒരു പ്രശ്നമുള്ള ഘടകമുണ്ട് ഇതിന്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലും ഷോപ്പുകളിലാണെങ്കിലും ഓൺലൈനായിട്ട് കൊടുക്കുന്ന വീടുകളിലേക്ക് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ കൂടുതലും ചൂടില്ലാത്ത സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജിലാണെങ്കിൽ വെജിറ്റബിൾ ട്രേയിൽ നമുക്ക് ഇത് സൂക്ഷിക്കാം. അതുപോലെ പുറത്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞൊരു 1 to 2 days മാക്സിമം കിട്ടത്തുള്ളൂ. ചൂട് കൂടുതലാണെങ്കിൽ ഒരു 1 day ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു ലൈഫ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ കൂടുതൽ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ടൊന്നും കൊടുക്കുന്നില്ല. അതായത് നമ്മൾ ട്രിവാൻഡ്രം സിറ്റി വിട്ടിട്ട് കൊടുക്കുന്നില്ല. സിറ്റി ലിമിറ്റിലുള്ള ആൾക്കാർക്കാണ് ഞങ്ങൾ, അതായത് അപ്പം തന്നെ കുക്ക് ചെയ്ത് യൂസ് ചെയ്യാനോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളിത് കൂടുതലും കൊടുക്കുന്നത്.
കൊറിയറൊക്കെ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഒരുപാട് എൻക്വയറീസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പം അത് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വാളിറ്റിയുടെ പ്രശ്നം, കാരണം ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേനും ചൂടും കാര്യങ്ങളും കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇതിനൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളെപ്പോഴും ഒരു പ്രീമിയം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മളിവിടെ മഷ്റൂം നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ആൾക്കാർക്ക്. ഈ മഷ്റൂം നമുക്ക് ഫാമിങ്ങിലേക്ക് പുതിയതായിട്ട് വരാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ നിങ്ങളിത് നന്നായിട്ട് തന്നെ ഇത് സ്റ്റഡി ചെയ്യുക. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കൊരു ബെഡിൽ വൈറ്റായിരിക്കുന്നു അങ്ങനെ ഒരു ഇതിലേക്ക് വരും. പക്ഷേ അതിനെക്കാട്ടിൽ നിങ്ങളിത് നന്നായിട്ട് മിനിമം ഒരു 1 ഇയറെങ്കിലും നിങ്ങളതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. ഇതിൻ്റെ പോരായ്മകൾ, ഇതിന് എന്തൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ട്, നമ്മളൊരു 6 months ഓൾഡായിട്ടുള്ളൊരു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ഇതിനെ കെയർ ചെയ്യണം. കാരണം ഇതിലൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ബെഡിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കെയർ ചെയ്ത് ഒരു നല്ല പേഷ്യൻസും അതിൻ്റെ ഒരു ടൈമും ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ടുള്ളത്. നമ്മൾ ഈ മഷ്റൂം ഫാമിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യമേ തന്നെ ഒരു വലിയ ലാർജ് ക്വാണ്ടിറ്റിയിൽ ചെയ്യാതെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്ത് ഇതിനെ പഠിച്ചതിന് ശേഷം ഇതിൻ്റെ മാർക്കറ്റാണ് നിങ്ങൾ സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഷോപ്പിലേക്ക് കൊടുക്കാൻ പറ്റുമോ, അതല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇനിഷ്യലായിട്ട് ഇറങ്ങാനായിട്ട്. ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ കുറച്ച് ഫാമിലിയിൽ നിന്നൊക്കെ ഒരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു, നമുക്കൊരു ഇൻകം എന്നുള്ള രീതിയിലേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് ഒന്നൊന്ന് ഡെവലപ്പായി വന്നപ്പോഴത്തേനും നമ്മളൊരു വേറെ ഏതൊരു ജോലിക്ക് പോകുന്നതിനെക്കാട്ടിലും നല്ലൊരു ഇൻകം നമുക്കിതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബോസിൻ്റെ അണ്ടറിലല്ല ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം അതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് മാർക്കറ്റിംഗ് ഐഡിയാസും കാര്യങ്ങളും, അപ്പോൾ ഞാൻ MBA ആണ് ഈ ഫീൽഡിൽ ചെയ്തത്. അപ്പം അതിൻ്റെ മാർക്കറ്റിംഗ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്.